13-ാമത്തെ വയസ്സിൽ ശമാശനാവുക എന്നത് അപൂർവമാണല്ലോ. പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാൻ എന്തായിരുന്നു പ്രേരണ? പ്രേരണ അന്നിപ്പോൾ ചിന്തിക്കാനുള്ള പ്രായമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അന്ന് അതിനെ പ്രേരിപ്പിച്ച തിരുമേനി, പെരുമ്പള്ളി തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ പ്രേരണയുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക്. അതിന് മുമ്പേ ഓൾട്ടർ ബോയ് ആയിരുന്നു 10 വയസ്സ് മുതൽക്ക്. അപ്പം ഈ ഒരു സ്പിരിച്വൽ ലൈഫ്, സഭയിലെ ശുശ്രൂഷകനാകുക എന്നുള്ളത് ചെറുപ്പം മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിന് പ്രതീക്ഷിക്കാത്ത നിലയിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ അതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധിച്ചു. അതും ഒരു ദൈവകൃപയായിട്ട് കാണുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ വൈദിക വേഷമിട്ടായിരുന്നല്ലോ പോയിരുന്നത്. അന്ന് സഹപാഠികളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? അവർ കൊച്ചു പിള്ളേരല്ലേ, അപ്പം അവരത് കുട്ടികളിയായിട്ട് അതിനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പ്രച്ഛന്ന വേഷമായിട്ടുമൊക്കെ പലരും അതിനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആ ഒരു പ്രായത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പം സിവിൽ ഡ്രസ്സിൽ പോകാനൊക്കെ അനുവാദം കിട്ടേണ്ടതായിരുന്നു. അതങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും അത് ലഭിച്ചില്ല. പക്ഷേ പിന്നീട് എല്ലാവരും അതിനോട് അങ്ങോട്ട് സമരസപ്പെട്ടു. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ബാല്യകാലം, അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ശരിക്കും. വൈദികനാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വീട്ടുകാരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാർക്ക് ഇത്രയും ചെറുപ്പത്തിൽ വേണ്ടായിരുന്നു, അത് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അപ്പൻ്റെയൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് തിരുമേനി സമ്മതിച്ചില്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്തോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നിരിക്കണം. അതുമൊക്കെ പിന്നോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പം അതൊക്കെ എന്നെ ഗ്രൂം ചെയ്യുന്നതിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈവൻ ഫ്രം ചൈൽഡ്ഹുഡ് മുതൽ അങ്ങനെ ഗ്രൂം ചെയ്ത് വരാനായിട്ട് ആ ഒരു വിളിയും നിയോഗവും. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമായിരുന്നു. പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ എന്ന പൈതൃകം എങ്ങനെയാണ് പൗരോഹിത്യ വഴിയിൽ സ്വാധീനം ചെലുത്തിയത്? ആ സ്വാധീനം നന്നായിട്ടുണ്ട്. പല ഡിസിഷൻ മേക്കിങ്ങിലും ഞങ്ങൾക്കൊക്കെ ഈ പുരോഹിതനാവുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാം, വെദർ ടു ബി എ സെലിബ്രേറ്റ് പ്രീസ്റ്റ് ഓർ എ മാരീഡ് പ്രീസ്റ്റ്. ആ തീരുമാനത്തൊക്കെ വന്നപ്പോഴൊക്കെ പരുമല തിരുമേനിയുടെ ഫാമിലി എന്നുള്ള നിലയിലും തിരുമേനിക്ക് ശേഷം ഉള്ള ഒരു പുരോഹിതനാണ് ആ ഫാമിലിയിൽ. അപ്പോൾ അത് പെരുമ്പള്ളി തിരുമേനി അവിടെയും എന്നെ സ്വാധീനിച്ചു. അപ്പം ഒരു ദേറ പട്ടക്കാരനാകണമെന്നുള്ള ഒരു വിത്ത് എന്നിൽ പാകിയത് ശരിക്കും തിരുമേനിയാണ്. അതിങ്ങനെ മനസ്സിലിട്ട് കൊണ്ടുവന്നു. കുറേ വർഷം ആലോചിച്ചു. പിന്നെ ഒരു സമയം വന്നപ്പോൾ ഡിസിഷൻ എടുത്തു. അതിൽ നിശ്ചയമായിട്ടും പരിശുദ്ധ പരുമല തിരുമേനിയുടെ കുടുംബത്തിലെ അദ്ദേഹത്തിന് ശേഷമുള്ള ഒരു വൈദികൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും പെരുമ്പള്ളി തിരുമേനി അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ രീതിക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ തീരുമാനം എൻ്റേത് മാത്രമായിരുന്നു. ശ്രേഷ്ഠ ബാവയുടെ വലങ്കയ്യായി പ്രവർത്തിക്കാൻ 2.5 ദശാബ്ദക്കാലത്തിലേറെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എങ്ങനെയായിരുന്നു? ബാവയുടെ കൂടെയുള്ള 2.5 പതിറ്റാണ്ട് കാലം ഏകദേശം. ഈ കാലം അത്രയും പല നിലകളിൽ സഭാ സങ്കീർണതയിലൂടെ പോകുന്നൊരു ചർച്ചാണല്ലോ. അപ്പം ബാവ തിരുമേനി പലപ്പോഴും മേജർ ഈവൻറ്റ്സൊക്കെ വരുമ്പോൾ മറ്റൊന്നും ആലോചിക്കില്ല, നേരെ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കും. അങ്ങനെ എന്നിലെ എന്തൊക്കെയോ കഴിവുകൾ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ആത്മാർത്ഥത, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. അത് പിന്നെ അനുസ്യൂതം അങ്ങ് തുടരുകയായിരുന്നു. അദ്ദേഹമാണ് കൂടുതലും ഈ ചർച്ചിൻ്റെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ബിഷപ്സിൻ്റെ ഇടയിൽ എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ബാവ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അതിനെ മറക്കാനൊക്കുകയില്ല. 2002 ശ്രേഷ്ഠ ബാവയുടെ വാഴിക്കൽ ചടങ്ങിന് ചുക്കാൻ പിടിച്ചയാളാണ്. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ സഭയിലെ സാഹചര്യം എങ്ങനെ മാറിയിട്ടുണ്ട്? 2002 ശ്രേഷ്ഠ ബാവയുടെ സ്ഥാനാരോഹണം. അതിന് ചുക്കാൻ പിടിച്ചു. അത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയായിരുന്നു. സഭയുടെ ഇവിടെയുള്ള സഭാസമിതികളുടെ റിക്വസ്റ്റ്. ആ ദൗത്യവുമായിട്ട് മുന്നിട്ടിറങ്ങി. അത് വളരെ സക്സസ്ഫുള്ളായിട്ടത് നിറവേറ്റാൻ സാധിച്ചു. 2002 എന്ന് പറയുമ്പം അത് ഒരു അന്നത്തെ ചർച്ചിൻ്റെ ഒരു അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം ഉള്ള ചർച്ചിൻ്റെ 2017 വരെയുള്ള ചർച്ച് എന്ന് പറയുന്നത് വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ചർച്ചിലുണ്ടായിരുന്നു. 2017 വന്നപ്പം വീണ്ടും ഒരു വ്യത്യസ്തമായ ഒരു സഭാന്തരീക്ഷം
കേരള സമൂഹം മുഴുവൻ കണ്ടു. അതിങ്ങനെ തുടർന്നു പോരുമായിരുന്നു. അതിൽ ബാവ തിരുമേനി വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിലൊരു പ്രധാന കാരണം അന്നത്തെ പള്ളിപിടുത്തവും ഡെഡ് ബോഡി അടക്കാൻ പറ്റാത്തതും ജനങ്ങളുടെയും അച്ഛന്മാരുടെയും കണ്ണുനീരും ബലമായിട്ടൊക്കെ സ്വന്തം വിടവുകളിൽ നിന്നും പിടിച്ച് ഇറക്കപ്പെടുന്നതും റോട്ടിൽ ആരാധിക്കാത്തതും എല്ലാം അദ്ദേഹത്തിന് നല്ല എല്ലാവരെയും വല്ലാണ്ട് വേദനിപ്പിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ബാവ തിരുമേനി അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. എനിക്ക് ആ സ്ഥാനം സഭ ഔദ്യോഗികമായിട്ട് അസോസിയേഷൻ കൂടി ആ സ്ഥാനം തരുന്നു. പിന്നെ ബാവ കത്തോലിക്കായി ഞാൻ മലങ്കര മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയുമായി കുറേ കാലം മുന്നോട്ട് പോകുന്നു. അന്നേരത്തേക്കും ചർച്ചിൻ്റെ സിറ്റുവേഷൻ 2002 വെച്ച് നോക്കുമ്പം സിനാരിയോ കംപ്ലീറ്റ് മാറി. അപ്പോഴും ഒരു പ്രത്യാശ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു. കുറേ പ്രയാസങ്ങളുണ്ടായെങ്കിലും അതിനൊക്കെ ഒരു ശമനമുണ്ടായി എന്ന് വേണം കരുതാനായിട്ട്. സ്വാഭാവികമായിട്ടും തുടർന്നും സഭയ്ക്കും ഒക്കെ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾക്കൊക്കെ അനുസരിച്ച് എത്രമാത്രം ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വീണ്ടും ഈ പറഞ്ഞതുപോലെ എൻ്റെ കഴിവിനപ്പുറമായിട്ട് എൻ്റെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവം നിലനിർത്തുന്ന സഭയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ സഭയ്ക്ക് മാനമുണ്ടാകുന്ന രീതിയിൽ എന്നെ ഒരു ഉപകരണമാക്കി പ്രവർത്തിക്കട്ടെ, എന്നിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. നിശ്ചയമായിട്ടും ശ്രേഷ്ഠ ബാവ തിരുമേനി ഉയർത്തിപ്പിടിച്ച സഭയുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്.